ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. അപ്പോൾ നമുക്ക് ചെറിയൊരു അബദ്ധം പറ്റി. അടിപൊളി. അങ്ങനെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. വേണ്ട, നമ്മളെ കമ്പനിയുടെ തന്നെ ആരോ ഇവിടെ ഓഫ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മളെ വിളിക്കുന്ന പറഞ്ഞു. അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പോട്ടിലേക്ക് വണ്ടി മാറ്റിയിടാം. എന്തായാലും നമ്മുടെ മറ്റേ വണ്ടി ഓഫ് റോഡ് ചെയ്യാൻ ഇച്ചിരി സമയം എടുക്കുമെന്ന് തോന്നുന്നു. നമുക്ക് ഫുഡ് കഴിച്ചേക്കാം. രാവിലെ നമ്മളാ കാപ്പിയും മുട്ടയും കഴിച്ചതേ ഉള്ളേ. അതുകൂടാതെ നമ്മളൊരു ചിപ്സ് മേടിച്ചില്ലായിരുന്നു, അത് വന്ന വഴിക്ക് കാപ്പിയുടെ കൂടെ കഴിച്ച്. സമയം കളയാനില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രഷർ ഓടിച്ചെല്ല് എല്ലാവരും ഇറക്കി എല്ലാ പെട്ടും. കാരണം ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് ഇറക്കിയില്ലെങ്കിൽ സൺഡേ ഇവിടെ എല്ലാം അവധിയായിരിക്കും. അപ്പോൾ ഇവിടെ പെട്ടുപോകും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ലോഡും കൂടെ എടുത്ത് പുറത്തിറങ്ങിയാലേ നമ്മളൊരു ദിവസം വീട്ടിൽ കിടക്കാണ്ട് വഴി കിടക്കണമല്ലേ. അതിന് പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിടൂല്ലേ. പണിയെടുക്കണത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മറ്റേ പുള്ളിയുടെ ഓഫ് ലോഡിങ് കഴിഞ്ഞു. അപ്പം അങ്ങോട്ട് പയ്യെ വണ്ടി ഇട്ടോ എന്നുള്ള ഫോൺ കോൾ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിലായിരുന്നോണ്ട് മര്യാദയ്ക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വേണ്ട ഡോക്കിൽ ബാക്കപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെപ്പോഴും ചെയ്യാറുള്ള പോലെ നമ്മുടെ ഈ എയർലൈൻ ഡിസ്കണക്ട് ചെയ്തിടണം. അവർക്ക് ലോക്ക് ചെയ്ത് സേഫ്റ്റി എൻഷുർ ചെയ്യാമല്ലോ. ലോഡ് ഇറക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കാത്തിരിപ്പ് തുടരുകയാണ്. അതിനൊപ്പം വേണ്ട നല്ലൊരു മഴയും കൂടെ പെയ്യുന്നുണ്ട് കേട്ടോ. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നല്ല ആവിയോടാവി, ഒടുക്കത്തെ ആവി. പിന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ലോഡിനുള്ള ഡീറ്റെയിൽസ് ഓൾറെഡി വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇറക്കിയിട്ട് ആ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. പിന്നെ ഇന്ന് ശനിയാഴ്ച വൈകിട്ടായതുകൊണ്ട് ഒത്തിരി ഡിലേ ഇടിയിപ്പിക്കാതെ ചില സമയത്ത് നമ്മൾ 2 മണി 3 മണിക്കൊക്കെ പാതിരാക്കി കിട്ടിയിട്ടുണ്ട്. അത്രയും ഡിലേ ആക്കാതെ നമുക്ക് പെട്ടെന്ന് ലോഡ് കിട്ടുമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇറക്കാൻ വന്നാൽ തന്നെ ഒരു ഇച്ചിരി കലിപ്പായിരുന്നു. 3 മണിയാകുമ്പോൾ വീട്ടിൽ പോകേണ്ട. നമ്മൾ 2 മണിക്കും പോകുന്നില്ല, 1:30 ആയപ്പോൾ വന്നതുകൊണ്ട് തന്നെ വന്നതല്ലേ ഇറക്കിയിട്ട് അവന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ നേരത്തെ വന്നൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനൊരു ഇച്ചിരി കശാവശ്യമായിരുന്നു. Yeah. Yeah. I never see that. Just something time pass, right? Oh shit. Alright, you have a good weekend, okay? Yeah. പുള്ളി നമ്മുടെ ക്യാമറ കണ്ടിട്ട് അത്ഭുതപ്പെട്ട് പോയേക്കും. നമ്മുടെ തലയിലിരിക്കുന്ന ക്യാമറ നെവർ സീൻ ദിസ് എന്നാണ് പറഞ്ഞത്. ഓഫ് ലോഡിങ് എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ വണ്ടി എടുത്ത് അപ്പുറത്തേക്ക് പോകാം. നമ്മുടെ പിക്കപ്പ് ഓൾറെഡി കിട്ടിയ നമ്മൾ ഇപ്പം
ഈവൻ നമ്മുടെ ജീപ്പാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഇഗ്നിഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യും. അതപ്പോൾ ഫ്ലൂയിഡ്സ് എല്ലാം ആ പ്രോപ്പറായിട്ടുള്ള എഞ്ചിൻ്റെ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് സാധാരണ ഇതിൽ ഇഗ്നിഷൻ ഓൺ ആക്കുന്നത് കേട്ടോ. അത് നമുക്ക് കയ്യെ ഫീൽ ചെയ്യും. ടക്ക് 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 എന്ന് കുറേ ചെക്കുകളുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 5 സെക്കൻഡ് ഡിലേ. ആദ്യം ഇഗ്നിഷൻ ഒരു ടേൺ, എന്നിട്ട് നമുക്കിങ്ങനെ ചിക് 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 ചിക്, അത് കഴിഞ്ഞിട്ട് നേരെ ഒന്നോടെ. നമ്മുടെ ടാൻഡം നമ്മൾ ബാക്കിലേക്ക് സ്ലൈഡ് ചെയ്തിട്ടേക്കുക. അത് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യണം. ഒറ്റയ്ക്കുള്ളപ്പോഴത്തേക്കും നമ്മൾ എന്നാ ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. നമ്മൾ ടാൻഡം സ്ലൈഡ് ചെയ്യുന്ന ടെക്നിക്ക് നേരത്തെയും കാണിച്ചു തന്നിട്ടുള്ളതാണല്ലോ. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ടാൻഡം ആക്സിൽ ഇത് അങ്ങേ അറ്റത്ത് ബാക്കിലേക്ക് എത്തിയിരിക്കുക. അത് സേഫ്റ്റിയുടെ ഭാഗമാണ്, പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം. അപ്പോൾ നമ്മളിത് ഈ പിന്ന് ഇതാണ്ട് ഈ നമ്മൾ ഈ പിന്ന് വലിക്കുമ്പോൾ ഈ സാധനം അകത്തേക്ക് കയറിപ്പോവും. എന്നിട്ട് നമുക്ക് ഈ ആക്സിൽ നമുക്കിതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഐ മീൻ ഈ ഏത് തുളകളിൽ വേണേലും അതിൻ്റേതായ അളവിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ കയറിപ്പോയത് കണ്ടോ. നമ്മൾ നേരത്തെ വീഡിയോയിൽ ഈ അപകടം സംഭവിക്കുന്ന ഒരു കാര്യം പറഞ്ഞത് വേണ്ട, നമ്മൾ ഇത് വലിക്കുമ്പോഴത്തേക്ക് അത് അകത്ത് കയറിപ്പോയി. അപ്പോൾ ആ ലോക്ക് പോകുമ്പോൾ സംഭവിക്കണത് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് സസ്പെൻഷൻ നമ്മൾ ആ ഇടുന്നതിൻ്റെ ഒരു ഐ മീൻ നമ്മൾ റിവേഴ്സ് ഇട്ട് ബ്രേക്ക് പിടിച്ച് ജാമാക്കി നിർത്തുന്നതിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് ചിലപ്പം ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ സസ്പെൻഷൻ, ഈ അകത്തെ സസ്പെൻഷൻ ബാഗ് ഉണ്ട്, ഇതാണ് നിങ്ങൾ നോക്കിക്കോണം. ഈ ബാഗ് കണ്ടോ, ഈ സസ്പെൻഷൻ്റെ ബാഗ് കണ്ടോ, അത് നിറഞ്ഞിട്ട് സസ്പെൻഷൻ നല്ല ഹൈറ്റിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം കൈയിട്ട് വലിക്കാൻ നേരത്തെ സംഭവിക്കണം എന്താണെന്ന് വെച്ചാൽ, ഈ പിന്നുള്ളിലേക്ക് പോകുമ്പം ഈ ലോക്ക് പോയിട്ട് ഈ ഫുൾ ട്രെയിലർ പെട്ടെന്ന് ബും എന്ന് പറഞ്ഞ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മുടെ തലയോ ഷോൾഡറോ നമ്മുടെ എന്തെങ്കിലും ഒരു ശരീരഭാഗം ഈ ടയറിൻ്റെ മുകളിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഈ വരുന്നതിൻ്റെ പ്രഷറിൽ നമ്മളെ വന്ന് ഇടിച്ചിട്ട് നമ്മുടെ ശരീരഭാഗം എന്താണോ അവിടെ ഉള്ളത് അത് നമ്മളെ വന്നിടിച്ച് നമുക്ക് വലിയ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതിടാൻ വേണ്ടി കൈയിടാൻ നേരത്ത് നമ്മൾ മേക്ക് ഷുവർ ചെയ്യണം മാക്സിമം താന്ന് നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പിന്നുള്ളിലേക്ക് പോയേക്കുമല്ലേ, ഇനി നമുക്ക് അകത്തേക്ക് പോയിട്ട് നമ്മുടെ ഇത് ബാക്കിലത്തെ ബ്രേക്കാണ്. ഏത് ബാക്കിലത്തെ നമ്മളിപ്പോൾ കണ്ട ടാൻഡം ആക്സിലിൻ്റെ ബ്രേക്കാണ് ഇത് ഫ്രണ്ടിലത്തെ ബ്രേക്ക് മാത്രം റിലീസ് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ റിവേഴ്സ് ഇടണം. റിവേഴ്സ് ഇടുമ്പം എന്ത് പറ്റും, ഇപ്പോൾ റിവേഴ്സ് ഇട്ട് നമ്മുടെ പരിചയം കൊണ്ട് തന്നെ നമുക്ക് പൊസിഷൻ ഏതാണ്ട് ഓക്കെ ആയെന്ന് ഉറപ്പായി. എന്നിട്ട് നമ്മൾ വേണ്ട ഈ ബാക്കിലത്തെ ബ്രേക്ക് റിലീസ് ചെയ്യണം. ഇപ്പോൾ സംഭവിക്കണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എയർ ചെന്നങ്ങ് നിറഞ്ഞിട്ട് ആ അകത്തേക്ക് കയറിയിരിക്കുന്ന പിന്നുണ്ടല്ലോ, ആ പിന്നിനെ പുറത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഒരു തുളയിലും ആയിരിക്കുമല്ലോ, ചിലപ്പോൾ തുളയിലായിരിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ എയർ ഫില്ല് ചെയ്ത് പുറത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ് ആക്ഷനിൽ അതവിടെ ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ ഇച്ചിരി ബാക്കിലേക്ക് ഇടണം, അല്ല ഈ ഫ്രണ്ട് മാത്രം വീണ്ടും ബാക്കി ഇടണം. അപ്പം റൈറ്റ് തുളയിൽ വന്നു കഴിയുമ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരൊച്ച കേട്ടോ നിങ്ങൾ, ആ റൈറ്റ് തുളയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും അത് ആ തുളയിലേക്ക് സ്പ്രിങ് ആക്ഷൻ കാരണം ഇടിച്ച് കയറിക്കോളും. അപ്പം റൈറ്റായിട്ട് ലോക്കാവും. ഇനി നമുക്ക് മാനുവലി പുറത്ത് പോയി ചെക്ക് ചെയ്യണം സംഭവം ഓക്കെ അല്ലേ. കണ്ടോ സംഭവം, അങ്ങ് പുറകിലിരുന്ന ആക്സിൽ നമ്മൾ അകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടു. ഈ ഒരു ആക്സിലുണ്ടല്ലോ, ഈ ഭാഗം മാക്സിമം അകത്തേക്കാവും തോറും നമുക്ക് ബാക്കപ്പ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഈ എന്നാന്ന് പറയുക ടേണിങ് റേഡിയസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്ക് ടൈറ്റ് സ്പോട്ടുകളിലൊക്കെ ബാക്കപ്പ് ഇടാൻ പറ്റും. ഇത് അകലേക്കാവും തോറും ഈ ട്രെയിലറിൻ്റെ ആ ഫ്രണ്ടിലത്തെ അല്ലെ ആ ബാക്കിലത്തെ ടാൻഡം ആക്സിലോട്ട് ആ ഫ്രണ്ട് വരെയുള്ള ആ ഏരിയ മുഴുവൻ വളയണ്ടേ. അപ്പോൾ നമുക്ക് കൂടുതൽ സ്പേസ് വേണം വളയ്ക്കാൻ നേരത്ത്, പ്രത്യേകിച്ച് റിവേഴ്സ് ഇടാൻ നേരത്ത്. വേണ്ടേ സാധനം അതേറി ലോക്കാവുകയും ചെയ്തിട്ടുണ്ട് പിന്നെ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കഥകൾ. നമുക്ക് വണ്ടി ഫ്രണ്ടിലേക്ക് വലിച്ചിട്ടിട്ട് ട്രെയിലർ ഒന്ന് ക്ലീൻ ചെയ്യണം, എന്നിട്ട് പിക്കപ്പ് എടുക്കാൻ പോവാം. മഴ പെയ്ത കാരണം ടെമ്പറേച്ചർ മൊത്തത്തിൽ ഒന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ.
വേണ്ട ഇപ്പോൾ വണ്ടി ഭയങ്കരമായിട്ട് ഫ്രണ്ടിലേക്കൊന്ന് പുഷായത് കണ്ടോ. നിങ്ങൾ പറഞ്ഞ പോലെ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സസ്പെൻഷൻ വർക്കാണ്. കാരണം നമ്മളിപ്പം ടാൻഡം അഡ്ജസ്റ്റ് ചെയ്യുന്ന നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമ്മൾ തിരിച്ചില്ലേ, അതിൻ്റെതായ രീതിയിൽ ആ സസ്പെൻഷൻ അകത്തേക്ക് പ്രഷറായതാണ്. അപ്പോൾ അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെ നമ്മൾ ലോക്കാക്കിയിട്ട് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫ്രണ്ടിലേക്ക് ഉന്തിയതാണ്. ഇതേ സംഭവമാണ് നമ്മളെങ്ങാനും തലയോ നമ്മുടെ ശരീരഭാഗം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡാമേജ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നമ്മുടെ empty cans നിറയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് പെട്ടെന്ന് പൊടി അടിച്ച് കളഞ്ഞിട്ട് പോകാം. കാരണം ഈ empty cans ബിയറൊക്കെ നിറയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഡെബ്രി അതിൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മണം വല്ല അതിൻ്റെ അകത്തേക്ക് കയറി അവർ റിജക്റ്റ് ആവുമേ. അപ്പം മണവും പാടില്ല, ട്രെയിലർ ക്ലീനും ആയിരിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലെ ന്യൂബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്ന് പറഞ്ഞല്ലോ. ന്യൂബർഗ് മാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളാണ് ഈ കാണുന്നത്. നമ്മുടെ സമയം തേണ്ട 4 hours and 53 minutes ആണ് നമുക്ക് ഡ്രൈവിംഗ് ടൈം ഉള്ളത്. അപ്പോൾ 5 മണിക്കൂറും കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ലോഡ് എടുത്താലും എന്തായാലും ഇന്ന് നമ്മൾ ഓടിച്ച് തിരിച്ച് ഉണ്ടാറിയത്തിൽ എത്തിയല്ല, നമുക്ക് എവിടെയെങ്കിലും ഇട്ട് ബ്രേക്ക് എടുക്കേണ്ടി വരും. 10 മണിക്കൂർ റീസെറ്റ്. നിങ്ങളാ ബോർഡ് കണ്ടോ, ഇന്റർസ്റ്റേറ്റ് 87 ടുവേർഡ്സ് ആൽബനി, ന്യൂയോർക്ക് സിറ്റി. നോക്കിക്കേ, ന്യൂയോർക്ക് സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ആൽബനീനെ കുറിച്ച് ഞാനിതുവരെ കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര മണ്ടത്തരായെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ റോഡ് നേരെ പോകുന്നത് ആൽബനീനെ ആ ഒരു ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഇതുവഴി വന്നിട്ട് നമ്മൾ ആ ഒരു പേര് ശ്രദ്ധിച്ചില്ല കേട്ടോ. അല്ലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു റെലവൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമ്മളത് ശ്രദ്ധിക്കാത്തത്. ആൽബനി. നമ്മളിപ്പോൾ ലോഡ് ഇറക്കിയ ന്യൂബർഗില്ലേ, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്ന് തന്നെയാണ് നമ്മൾ പിക്കപ്പ് എടുക്കുന്നത്. നമുക്ക് empty cans കിട്ടുന്നത് അവിടെ 4 കിലോമീറ്ററും കൂടെ അങ്ങോട്ടുള്ളൂ. എന്തായാലും നല്ല ശക്തമായിട്ടുള്ളൊരു മഴയായിരുന്നു കേട്ടോ. മഴയോടൊപ്പം തന്നെ ആവി സഹിക്കാൻ പാടില്ലായിരുന്നു. എന്നാ പറയുന്നത്, എന്തായാലും അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് നമ്മുടെ സണ്ണ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പിക്കപ്പ് എടുക്കാൻ പോകാൻ നേരത്ത് നമുക്ക് 2-3 ടൈറ്റ് ടേണുകളുണ്ട് കേട്ടോ. നമ്മുടെ ഇത്രയും വലിയ ട്രക്ക് വളയമില്ലാത്തത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ലൈനും കൂടെ എടുക്കണം. പുറകിൽ നിന്ന് ആൾ കയറി വരാത്ത രീതിയിൽ നമ്മൾ 2 ലൈനും കൂടെ ബ്ലോക്ക് ചെയ്ത് പോയിട്ട് വേണം നമുക്ക് ടേൺ എടുക്കാൻ, എന്നാലേ കിട്ടുള്ളൂ. ആണോ, അപ്പോൾ നമുക്ക് കിട്ടി. നമ്മൾ 2 ലൈനും കൂടെ എടുത്തിട്ട് ആ 2 ലൈനും എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഈ 2 ലൈനും നമ്മൾ ബ്ലോക്ക് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ റൈറ്റ് സൈഡിലെ ഇത് അത് നമ്മുടെ ട്രെയിലർ വെച്ച് ബ്ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വഴി ആരെങ്കിലും കുത്തിക്കയറി വന്ന് നമ്മൾ വളയ്ക്കുമ്പോഴത്തേക്കും അവർ നമ്മുടെ ട്രെയിലറിൻ്റെ അടിയിൽ പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അവർ ശ്രദ്ധിക്കുക എന്നുള്ളതിനേക്കാളുപരി നമ്മൾ ചെയ്യേണ്ടതായ ബ്ലോക്കിംഗ് എന്ന പ്രവൃത്തി റൈറ്റായിട്ട് ചെയ്യുക. അവന് കയറി വരാനുള്ള സ്പേസ് ഇല്ലാതെ നമ്മൾ ട്രെയിലർ വെച്ച് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ബട്ടർഫ്ലൈ ഹുക്ക് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വന്നിട്ട് ആ ഏരിയ എത്തുമ്പോൾ മാത്രം നമ്മുടെ ഫ്രണ്ട് ഒന്നിങ്ങനെ വളയണം. അപ്പോൾ ബാക്ക് അവിടെ തന്നെ നിലനിൽക്കും. ന്യൂയോർക്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഈ ഒരു സിമിലർ റൂട്ടാണ് നമ്മൾ വാഷിങ്ടണിൻ്റെ ഇന്നർ സൈഡിൽ കൂടെ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് അല്ലേ. ഇതുപോലത്തെ വഴി കൂടെ വരുന്നത് നമുക്ക് ഇഷ്ടംപോലെ നല്ല കൺട്രി സൈഡ് കാഴ്ചകൾ തരും കേട്ടോ. റിയൽ അമേരിക്കൻ ഗ്രാമീണ കാഴ്ചകൾ. ഇതൊരു ബസ്സാണല്ലോ ഈ റൂട്ടിൽ വരുന്നത്, വല്ല ടൂറിസ്റ്റുകളെ കൊണ്ടും പോകുന്നതായിരിക്കും. ഹഡ്സൺ വാലി. നിങ്ങൾ നോക്കിക്കോണേ, നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന അതാണ് നമ്മുടെ ഡോക്കുകൾ. ഇതിൻ്റെ നമ്മളെക്കാളും മുമ്പ് വന്നാൽ ഡോക്കി കിടപ്പുണ്ട് നമുക്ക്. പക്ഷെ നമ്മുടെ ട്രക്ക് വളയുന്നത് ഇതുവഴിയാണ്. എംപ്ലോയി എൻട്രൻസ് ആണ് അപ്പുറത്തെ സൈഡിൽ. നമുക്കിവിടെ പോയി ചെക്ക് ഇൻ ചെയ്യണം.
അതുപോലെ കണ്ടോ, ആ കിടക്കുന്നത് ഒരു വിമാനമാണല്ലോ. ഇത് കണ്ടോ, എയർപോർട്ട് വല്ലതും ആണോ? ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ പ്രസ്ഥാനം. നമുക്ക് ചെക്ക് ഇൻ ചെയ്യണ്ടേ? ചെക്കിങ് തന്നെ എല്ലാം കഴിഞ്ഞു. നിങ്ങൾ കണ്ടതുപോലെ നമ്മൾ ഇലക്ട്രോണിക്കിലാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. കൈ കൊണ്ടുള്ള പരിപാടിയൊന്നുമില്ല, തന്നെ ആൾക്കാരെ മീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ടേൺ ആകുമ്പോഴത്തേക്ക് നമ്മളെ ഫോണിൽ വിളിക്കും, എന്നിട്ട് ഇന്ന ഡോക്കിലേക്ക് ഇട്ടോളാൻ പറയുവേ. ലോഡെല്ലാം കിട്ടി നമ്മുടെ ആ ലൗസ് വരെ എത്തുന്ന രീതിയിൽ നമുക്കൊരു ടൈം ഫ്രെയിം കിട്ടിയാൽ മതിയായിരുന്നു. ആ ലൗസിൽ കൊണ്ടിട്ട് കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന് കുളിച്ചിട്ട് അവിടെ കിടക്കായിരുന്നു. എന്നിട്ട് പിന്നെ നാളെ നമ്മുടെ സമയമാകുമ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ മതിയല്ലോ. ആ മഴ പെയ്തിട്ട് ആ ട്രെയിലറിൻ്റെ അറ്റമൊക്കെ നനഞ്ഞ് ഇച്ചിരി പൊടിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അത് നമ്മളൊരു തുണി വെച്ച് തുടച്ചു. ഇനിയിപ്പോൾ അതിൻ്റെ പേര് നമുക്ക് ലോഡ് കിട്ടാണ്ടിരിക്കണ്ട. ഇപ്പം എങ്ങനെ ഇരിക്കണം വേണ്ട. ഇപ്പം നമുക്കൊരു മെസ്സേജ് വന്നതാണ്. ഡ്രൈവർ യുവർ ഓർഡർ ഈസ് ഷെഡ്യൂൾ ഫോർ 7 PM. പ്ലീസ് ചെക്ക് ബാക്ക് ഇൻ അറ്റ് 6:30 PM. അടിപൊളി. നിങ്ങൾ നോക്കിക്കേ, സമയം 7:55 കേട്ടോ. നമുക്ക് ഇതുവരെ പിക്കപ്പ് വന്നിട്ടില്ല. ഏകദേശം 4 മണിക്കൂറായി നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. എനിവേ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. റിട്ടേൺ ലോഡ് കിട്ടുമല്ലോ. കാരണം ഇന്നിപ്പോൾ ശനിയാഴ്ച വൈകിട്ടാണ് 12 മണിയാകുമ്പോഴത്തേക്ക്, അല്ലെ 12 11 നമ്മളെ പുറകെ വേറെ ട്രക്കുകളും. നമ്മുടെ പുറകെ ഒരു ട്രക്കും കൂടെ ഉണ്ട് കേട്ടോ. എത്ര നേരം ഇല്ലായിരുന്നു. അവനിപ്പോൾ കയറിയത്, അവനെ പ്രാഗിയായിരിക്കും വിളിച്ചേക്കുന്നവർ. നമ്മൾ എത്ര നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടെ ലോഡ് ചെയ്താൽ ഇവർക്ക് വീട്ടിൽ പോവാം. നമ്മൾ മറ്റേ ലോഡ് ഇറക്കാൻ ചെല്ലാൻ നേരത്തെ ആകുമ്പോൾ പറഞ്ഞില്ലേ, നിങ്ങൾ വൈ യു കം നൗ, നിങ്ങളും കൂടെ കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകാനുള്ളല്ലേ, വീക്കെൻഡ് അല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ഉള്ളൊരു പരിപാടിയല്ലേ. അപ്പം നമ്മുടെ മുമ്പിലുള്ളവരെ വരെ അവർ വിളിച്ച് അവൻ പോവുക. അപ്പം മിക്കവാറും ഇപ്പോൾ തന്നെ നമുക്കൊരു കോള് വരുമായിരിക്കും. അവർ ഫോൺ വിളിച്ച്, നമ്മൾ കമ്പ്യൂട്ടറിലല്ലേ ചെക്ക് ഇൻ ചെയ്തത്, അപ്പോൾ നമ്മളെ ഫോണിൽ വിളിച്ചിട്ട് ഇന്ന ഡോക്കിലേക്ക് ഇട്ടോളാൻ പറയും. Hello? Container, just fill number ST5196. Yeah, that's right. Okay, you get back into dock number 3. That's dock number 3. Okay, sure. Thank you. You're welcome. All right. നിങ്ങൾ നോക്കിക്കോണേ, സമയം 8:43. ഇപ്പോഴാണ് നമുക്ക് സാധനം സെറ്റപ്പ് ആയത്, ഡോക്കായത്. ഡോക്ക് നമ്പർ 3. അതാണ്ട് ലോഡിങ് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പേപ്പർ വർക്കും കിട്ടി, സീലും ഇട്ടു, എല്ലാം മേക്ക് ഷുവർ ചെയ്തു. ഇനി നമുക്ക് പയ്യെ വണ്ടി മാറ്റിയിടാം. നമ്മൾ
പറഞ്ഞ പോലെ വീക്കെൻഡ് ഷിഫ്റ്റ് ആയതുകൊണ്ടുണ്ടല്ലോ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ലോഡ് ചെയ്യുന്നത് പെട്ടെന്ന് അവർ ചെയ്തു.